ഹലോ ഗേസ്, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമല്ലേ? എന്താ വെച്ചാൽ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല ഞാൻ. എന്താ വെച്ചാൽ ടെൻഷൻ കൊണ്ടൊന്നല്ല, ദേഷ്യം കൊണ്ട് മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലൈവ് ഇട്ടിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. ഞാനും കുറച്ച് ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ടുകളെല്ലാം. അങ്ങനെ ഷഹാന MS ബ്ലോഗായിരുന്ന എൻ്റെ ഫ്രണ്ടാണ്. അവളുമായിട്ട് ഞമ്മ കുറേ ആയി കൂട്ടായിട്ട്. അപ്പം അവൾ ലൈവ് എൻ്റെയിലും വരും, അവൾ എൻ്റെയിലും വരും, ഞാൻ അവളേലും പോകും. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ അവളെ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പം അവളെ DP വെച്ചിട്ട് ആരോ ഫേക്ക് അക്കൗണ്ടായിട്ട് വന്നു, ഫേക്ക് ID ആയിട്ട്. പക്ഷെ അതേ DP അവളെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് അവൾ മറുപടി, ഞാൻ ചോദിക്കുന്നത് ഇതാരാ ഷഹാന നിൽക്കുമ്പോൾ പറയുക ജാസ്മിത്ത എന്ന് പറഞ്ഞു. അറിയുമ്പോൾ എന്തെല്ലോ ചീത്ത വിളിച്ചു. അപ്പോൾ ഓക്ക് നല്ലോണം പിന്നെ നമ്മളെ DP വെച്ചിട്ട് വേറെ ആര് വരുമ്പം വല്ലാതെ ഒരു ഫീൽ ആയില്ലേ, അതുപോലൊരു ഷോക്കായിപ്പോയോള്. അങ്ങനെ അവളോട് കുറേ വൃത്തിയായിട്ട സ്വഭാവമുള്ള വാക്കുകൾ. എന്താ എനിക്ക് ഇവിടെ പറയാൻ ആവൂല. എന്താ വെച്ചാൽ ആൾക്കാർ കാണുന്ന പബ്ലിക് ലൈവാണ് അവളത്. ഞങ്ങളെല്ലാം ഇവിടുന്ന് പബ്ലിക് ലൈവാണ്, സോഷ്യൽ മീഡിയ ആണ്. അപ്പം അത്രക്കും വൃത്തിയായിട്ട വാക്ക് എന്നെല്ലാം വെച്ചാൽ വൃത്തിയായിട്ട വാക്ക്. അങ്ങനെ പറഞ്ഞ് അവളെ പറഞ്ഞ് ഞങ്ങൾ വിടൂലല്ലോ. എന്താ വെച്ചാൽ നമ്മളെ ചങ്ങായിമാരെ പറയുമ്പോൾ നമ്മൾ വിടൂലല്ലോ. എന്താ വെച്ചാൽ എൻ്റെ വരുമ്പോൾ അങ്ങനെ എൻ്റെ കഴിഞ്ഞ ആഴ്ച അതുപോലെ വന്നിട്ടുണ്ടായിന് ഒരു താജു എന്ന് പറഞ്ഞാൽ. താജു പറഞ്ഞാൽ പിന്നെ വേറെ ഫൈസാണ് അങ്ങനത്തെ എന്തോ പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ ആൾക്കാർ ബ്ലൂ കൊടുത്തിട്ട് അപ്പോൾ ഹൈഡാക്കിയിട്ട് ഇട്ടതാണ്. അത്രക്കും ചെയ്ത ഇത് അതിൻ്റെ അപ്പുറം പോയി. എന്താ വെച്ചാൽ ഓൾറെഡി DP വെച്ചിട്ട് വന്നുകൊണ്ട് DP വെച്ചിട്ട് ഫേക്ക് അക്കൗണ്ട് വന്നത്, അതേ DP അതേ പേര് ഷഹാന MS ബ്ലോഗ് എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആണുങ്ങൾ കുറേ ആളുണ്ട്. അതിനെ അങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ആങ്ങളമാർ പോലെ കരുതുന്ന ആൾക്കാരാണ്. അതിൽ അവരെല്ലാം വന്നിട്ട് പറയുമ്പം ഒരുപാട് ചൂടായി. പിന്നെ സോറി പറയാൻ കഴിഞ്ഞ് പിന്നെ കിട്ടിയാളെ. പക്ഷെ ഇത് നമ്മൾ ലൈവിൽ വരുന്ന ആളെ ആ സ്ക്രീൻഷോട്ടെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് ഇടയ്ക്കും ഇതിലിട്ടിരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആണ്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഞമ്മ പറഞ്ഞു, എന്താ വെച്ചാൽ എന്തിനാ വെറുതെ നല്ല ജീവിതം കുട്ടിച്ചോറാക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കിക്കൂടെ എന്ന് പറയുമ്പം പറഞ്ഞു, ജാസ്മിൻ നീ കാസർഗോഡല്ലേ, നിൻ്റെ 3 മക്കളെ കിഡ്നാപ്പ് ചെയ്യാൻ ഓനാരി എൻ്റെ മക്കളുണ്ടാക്കിയ ആളാ. അല്ല എൻ്റെ കയ്യിൽ എന്താ മാങ്ങ ഉരയ്ക്കാൻ പോയി, എനിക്ക് ആൾക്കാരില്ലേ? എനിക്കൊരുപാട് ആൾക്കാരുണ്ട് എൻ്റെ നാട്ടിൽ. കീരങ്ങ് വെറുതെ വിടിയൂല്ല. ഇതിൻ്റെ മുൻപ് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വീഡിയോസ് കണ്ട ആൾ അറിഞ്ഞായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ലോൺ കിട്ടുന്ന ഒരു 5000 രൂപ ഇട്ട് കൊടുത്തിട്ട് ആൾക്കാർ എന്നെ അവർ ഭീഷണിപ്പെടുത്ത്. നാട്ടുകാർ വിടൂല എന്നെ. എന്താ വെച്ചാൽ നാട്ടുകാർ വെറുതെ വിടൂല. എൻ്റെ കയ്യിൽ എന്താ മാങ്ങ ഉരയ്ക്കാൻ പോയിനാ അവൻ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ വളർന്നാ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഷ് മോൻ. അത്രക്കും ദേഷ്യം വന്നിട്ട് രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതേപോലെ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, അസ്മി എന്നാണ് അവളെ മോളെ പേര് വെച്ചിട്ടാണ് വരല്. അസ്മിൻ്റെ പേര് ഷെഫീലായ എന്നാണ്. അപ്പോൾ അസ്മിൻ്റെ പേര് വെച്ചിട്ടാണ് വരല്. അതിൽ അവളെ പേര് ശരിക്കും അറിയുന്നത് നമ്മളെ ലൈവിൽ വരുന്ന ഒരാൾക്കാർ ഷെഫീലാന്ന് തന്നെ വിളിക്കുന്നുണ്ട് അതിൽ. അപ്പം ഏത് മോനായാലും നമ്മളോട് കളിക്കണ്ട, ഏത് കൊമ്പത്തെ മോനായാലും നമ്മളോട് കളിക്കാൻ വരണ്ട, ഞങ്ങൾ വിടൂല. ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി തന്നെ ഇന്ന് 10 മണിയാണ് നിൽക്കുന്ന. ഇവിടെ അയൽവാസിയിൽ പോലീസുകാരുണ്ട്, അവനോട് കൊടുത്തു. ഇനി 10 മണിയാകുമ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തന്നെ പോകുന്നു. ആ ID എല്ലാം വെച്ചിട്ട് ആ നമ്പർ വരെ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കൊടുക്കും. എന്താ വെച്ചാൽ ഇനി ഏത് പെണ്ണുങ്ങളെ ലൈവിൽ പോയിട്ടും ഇങ്ങനത്തെ അനാവശ്യ ചോദ്യം പറയാൻ പാടില്ല, നിയമപ്രകാരമായി പറയാൻ പാടില്ല. കിഡ്നാപ്പ് എന്നെല്ലാം പറയുമ്പോൾ എവിടെ എത്തി? അതുകൊണ്ട് എൻ്റെ മക്കളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അവനെ ഞാൻ പൂട്ടിയിരിക്കും ഇന്ന്, ഏത് കൊമ്പത്തെ മോനായെങ്കിലും. അപ്പം ഞങ്ങൾ അവന് കിഡ്നാപ്പ് ചെയ്യാനല്ല എൻ്റെ 3 മക്കളെ ഉണ്ടാക്കിയത് കേട്ടാ. ഈ വീഡിയോ ആ കോപ്പൺ കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, വിചാരിച്ചോ, നിന്നെ പൂട്ടിയിരിക്കും ഇന്ന്. ഏത് ഇതിൽ പോയാലും ഞാൻ പൂട്ടിയിരിക്കും. എൻ്റെ മക്കളോട് കളിക്കണ്ട നീ കേട്ടാ. എനിക്ക് എന്താ ആരുമില്ലാന്നാണ് വിചാരിച്ചത്. എനിക്ക് ജീവനോട് നിൽക്കുന്ന ഹസ്ബൻഡും ഉണ്ട്, 3 ആൾക്കാരും ഉണ്ട് കേട്ടാ. കോപ്പിലെ മോനെ, നിനക്ക് ലോകം മനസ്സിലായിട്ടില്ല ആ വീഡിയോസെല്ലാം. അപ്പം ഇനിയും ഒരുപാട് ഫേക്ക് അക്കൗണ്ടായിട്ട് വന്നാലും ആരും പേടിക്കണ്ട. അപ്പം തന്നെ അതിന് നടപടി എടുക്കാൻ കഴിയും. അതുകൊണ്ട് ആരും മിണ്ടാതിരിക്കണ്ട. ആ സ്ക്രീൻഷോട്ടും എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളത് സ്റ്റേഷനിൽ നിന്ന് കൊടുത്തോളും.
ഇനി മുതൽ ഗോതമ്പ് ഉണ്ട കഴിക്കേണ്ട ഗതിയായിരിക്കും നിനക്ക്. അത്രക്ക് മക്കളെ ഭീഷണിപ്പെടുത്തി, എൻ്റെ മക്കളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് നിനക്ക് ഇനി ജയിലിൽ കിഡ്നാപ്പിൻ്റെ പേരിൽ നീ ജയിലിൽ കിടക്കേണ്ടി വരും. നീ ഗോതമ്പ് ഉണ്ട തിന്നോണ്ടിന്നോ കേട്ടാ, എത്രയോ നാൾ തിന്നോണ്ടിന്നോ. നിൻ്റെ ആറാട്ടിൻ്റെ കളിയാണ് നീ കളിച്ചത്, അത് നിർത്തി കേട്ടാ. നീ ഞങ്ങളോട് കളിക്കാൻ പറഞ്ഞു അന്തസ് വെറുതെ ടൈം പാസിന് നോക്കുന്ന യൂട്യൂബ് ചാനലല്ല. ഞമ്മ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങിയത്. ഊണും മുറക്കും ഇല്ലാതെ രാത്രികളിലെല്ലാം വീഡിയോസ് ഇട്ടിട്ട് ലൈവ് നമുക്ക് സമയം കിട്ടുന്നില്ല, എന്നിട്ടും ലൈവ് എടുത്തിട്ട് സമയം ഉണ്ടാക്കിയിട്ട് ലൈവ് ഇടുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം. കുറേ ആൾക്കാർ എല്ലാവരും അങ്ങനെ ഒരു തുണയായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ആക്കീനി, അല്ലാതെ നിൻ്റെ വായിലത്തെ കോപ്പിലത്തെ വർത്താനം കേൾക്കാനല്ല കേട്ടാ. ഇനിയെങ്കിലും നീ ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ നിനക്കില്ല പണി ഇനിയും കിട്ടാനുണ്ട്. അതുകൊണ്ട് ചാകാൻ പോകുമ്പം തീരാനായ വിളക്ക് ആളിക്കത്തുന്ന അറിയില്ല, അതുപോലത്തെ അവസ്ഥയാണ് നിനക്ക്. ഇനിയും നീ ഒരുപാട് പഠിക്കാനുണ്ട് മോനെ. നീ ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞു, ഇനി വേറൊരു ലൈവിലും പോയിട്ട് ഇങ്ങനത്തെ അനാവശ്യം പറയാൻ പാടില്ല. പക്ഷെ ഇത് എല്ലാം നമുക്കറിയാം, ഒരാളാണ് ഇത്, നമ്മളെ ലൈവിൽ വരുന്ന ഒരേ ഒരാളാണ്. അല്ലാതെ എൻ്റെ നീലേശ്വരം നാട് എന്നോ ഹസ്ബൻ്റെ പേര് ഹസ്ബൻ്റെ എന്നോ അല്ലാതെ ഷഹാനാൻ അറിയാത്ത ആളൊന്നുമല്ല. എല്ലാം ഒരാളാണ്. അതുകൊണ്ട് നീ കളിക്കണ്ട. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ദേഷ്യം വന്ന് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കാൻ നോക്കുന്നു. പറ്റൂല മോനെ, ഇനി പറ്റൂല. നിൻ്റെ അവസാനത്തെ കളിയാണ് നീ കളിക്കുന്നത് കേട്ടാ. ഇനി ഗോതമ്പ് ഉണ്ട തിന്നോണ്ടും ആടെ ദഹിച്ചോണ്ട് നിന്ന് ഓർമ്മ വന്നാൽ മതി. ഏത് മക്കളെയും നിനക്കും ഉണ്ടല്ലോ മക്കൾ ഇല്ലേ, നിനക്കും മക്കളില്ലേ, ഇല്ലെങ്കിൽ മക്കളില്ലേ. മക്കളെ പറയുമ്പോൾ എന്താ വേദന, ആ വേദന എനിക്കും ഇല്ലത്. അതുകൊണ്ട് നീ അധികം കളിച്ച് ഇരിക്കണ്ട കേട്ടാ. ആ വീഡിയോസ് അടക്കം ഞാൻ സ്ക്രീൻഷോട്ട് ഉണ്ട്, അതടക്കം ഞാൻ ഇടുന്നുണ്ട് ഇതിൽ കണ്ട, സ്ക്രീൻഷോട്ട് കണ്ട. ഇതെല്ലാമാണ് അതിൽ ഡി പി ഉണ്ടായിന്. അവൾ പറയുമ്പോൾ ഡി പി മാറ്റിയതാണ് കേട്ടോ. ഡി പി മാറ്റിയ ഷഹാന MS ബ്ലോഗില്ലേ, മല്ലു ഞാൻ നിൻ്റെ ഷഹാന റിയാസിനുള്ള പണി തന്നിരിക്കുന്നു പറയുന്നില്ലേ. പക്ഷേ പുളിക്കാതെ മുന്തിരി എന്ന് പറഞ്ഞാൽ ഐഡിയ വെച്ചിട്ടും ഇപ്പം ഫേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ എന്തെല്ലോ മാതിരി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവൻ പൂട്ടിയിരിക്കും. എല്ലാവരും എന്നെ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അവൻ ഇതിൽ വന്നിട്ട് ചീത്ത പറയുന്നുണ്ട്. ലാസ്റ്റ് സോറി പറയുന്നു. എല്ലാം പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതെല്ലാം. പക്ഷേ ഷഹാൻ ഡി പി കണ്ട ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ഇതാണ് അവനുണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ട്. പക്ഷെ നമ്മുടെ ഷഹാന അങ്ങനത്തതല്ല. അവൾക്ക് തൻ്റെ ഇടയിലോ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡ് വിടൂല എന്തായാലും. അവൻ വിചാരിച്ച് കുട്ടിച്ചോറാക്കാന്നാന്ന് വിചാരിച്ചത്, കുട്ടിച്ചോറാക്കാനാവൂല ഇനി കേട്ടാ. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഉദ്ദേശം ഞങ്ങൾ കാണിച്ചു കൊടുത്തോളും. സ്ക്രീൻഷോട്ട് അടക്കാമെന്ന് ഞാൻ ഇടുന്നത് എന്താ വെച്ചാൽ അത്രക്കും സങ്കടമുണ്ട്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തുല്യാന്നത്. എന്നിട്ടും എല്ലാവരും ലൈവിൽ വരുന്ന എല്ലാവരും അവൻ ചീത്ത വിളിക്കുന്നുണ്ട്, തമാശയാക്കുന്നുണ്ട്. ഷബീർ ഖാൻ എന്ന് പറഞ്ഞ ആളെ തലയിൽ മരം മുറിക്കുന്ന ജോലിയാണ്. മരം വീണത് ചാവട്ടെ തൊലയട്ടെ അങ്ങനത്തെ എന്തെല്ലാം പറഞ്ഞ് അവനല്ലല്ലോ നിശ്ചയിക്കേണ്ടത്, പടച്ച തമ്പുരാനല്ലേ, ഉണ്ടാക്കി പടച്ച തമ്പുരാനല്ലേ നിശ്ചയിക്കേണ്ടതെല്ലാം. അപ്പം ഒരുപാട് അവൻ ഇതാക്കുന്നുണ്ട്. അവൻ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൻ കളിക്കൂല ഇനി കളിക്കൂല അവൻ. അപ്പം ഇതെല്ലാം സ്ക്രീൻഷോട്ട് എല്ലാവരും നോക്കി കേട്ടോ. ഇനി ആർക്കും ഈ ഗതി വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്തുണ്ടെങ്കിലും എല്ലാവരും അറിയിക്കുക കേട്ടോ.